ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്കും തന്ത്രങ്ങൾക്കും മുന്നിൽ വഴങ്ങാത്ത കർഷകർ. രാജ്യമൊട്ടാകെ സ്തംഭിപ്പിച്ച പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രതിഷേധത്തിന്റെ പുതിയ വഴികൾ തുറക്കുകയാണ് ഇവർ. തണുത്തുറയുന്ന രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധത്തിന്റെ തീ ആളിക്കത്തിക്കുകയാണ് കർഷകർ. പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച് പ്രതിഷേധത്തിന്റെ പുതിയ ഘട്ടങ്ങൾ തുറക്കുകയാണ്. രാജ്യമൊട്ടാകെ സ്തംഭിപ്പിച്ച് ഭാരത് ബന്ദിന് പിന്നാലെ തണുപ്പ് വകവയ്ക്കാതെ കുപ്പായം ഊരിയെറിഞ്ഞ് അവർ ഡൽഹിയിലെ തെരുവുകളിലൂടെ മുദ്രാവാക്യങ്ങളുമായി നടന്നു. പ്രായമായവരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ഓരോ ചുവടും ഒന്നിച്ചു വയ്ക്കുകയാണിവർ. കോവിഡ് കാലത്ത് പോലും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയ കാർഷിക മേഖലയൊട്ടാകെ പ്രതിഷേധത്തിൽ പങ്കാളികളാവുകയാണ്. ലിംഗം, ഭാഷ, ജാതിമത ഭേദമില്ലാതെ രാജ്യത്തിന്റെ നാനാദിക്കിലും കർഷക പ്രതിഷേധം ഇരമ്പുകയാണ്. ഡൽഹിയിൽ മുഴങ്ങുകയാണ് മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള കർഷക പ്രതിഷേധത്തിന്റെ മാറ്റൊലികൾ. ഓരോ ചർച്ച കഴിയുമ്പോഴും പ്രതീക്ഷ വാങ്ങിയ കർഷക നേതാക്കൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കാതെ അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രങ്ങളാണ് കൈക്കൊണ്ടത്. ഭാരത് ബന്ദ് എന്ന സൂചനാ സമരത്തിൽ നിന്ന് ദേശീയപാതയിലൂടെ ഗതാഗതം അനിശ്ചിതകാലത്തേക്ക് സ്തംഭിപ്പിച്ചിരിക്കുകയാണ് കർഷകർ. ടോൾ പ്ലാസകൾ ഉപരോധിച്ചു. किसान इतने रहेगा, यही किसान आते जाते रहेंगे और किसानों को रोकने का काम करा जा रहा. साइलेंट उससे ना डंडे से ना उससे उनको रोक लेते हैं पुलिस. ഇടയ്ക്ക് കൈക്കൊണ്ട അനുനയത്തിന്റെ ഭാഷ വെടിഞ്ഞ് പ്രതിഷേധക്കാരെ അപഹസിക്കുകയാണ് ഇന്ന് അധികാര കസേരകളിൽ ഇരിക്കുന്നവർ. We now realize that the so-called farmer agitation hardly remains a farmer agitation. It is almost got infiltrated by leftists and Maoist elements, a flavor of which we saw over the last 2 days when there were demands, extraneous demands, to release people who have been put behind bars for anti-national activities. താങ്ങുവില ഉറപ്പാക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും മറ്റാശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് പൊള്ളയായ വാഗ്ദാനം പോലും ചെയ്യാൻ കേന്ദ്ര സർക്കാർ മടിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർ പറയുന്നത് അനുസരിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണനയ്ക്ക് പോലും എടുക്കേണ്ട എന്ന സർക്കാരിന്റെ പരോക്ഷ നിലപാട് പരസ്യമാക്കൽ കൂടിയാണ്. इन रिफॉर्म्स के बाद किसानों को नए बाजार मिलेंगे, नए विकल्प मिलेंगे, उन्हें टेक्नोलॉजी का ज्यादा लाभ मिलेगा. देश का कोल्ड स्टोरेज इंफ्रास्ट्रक्चर आधुनिक होगा. इन सब से कृषि क्षेत्र में ज्यादा निवेश होगा. ഇരു കക്ഷികളും നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ചർച്ചകൾ വെറും പ്രഹസനമാവുകയാണ്. കാർഷിക നിയമം പാസാക്കിയതിനെതിരെ ആദ്യം നടത്തിയ ട്രാക്ടർ റാലികൾ വീണ്ടും സമരമുഖത്ത് ഇടം പിടിക്കുകയാണ്. അമൃത്സറിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്ക് കൂടുതൽ കർഷകർ ട്രാക്ടർ റാലിയുമായും അല്ലാതെയും എത്തുകയാണ്. ദേശീയപാത ഉപരോധിക്കൽ മാത്രമാകില്ല ഇതിലൂടെ സംഭവിക്കുക. രാജ്യതലസ്ഥാനത്തേക്കുള്ള ഗതാഗതം സ്തംഭിക്കുക കൂടി ചെയ്യും. ഡൽഹി നിവാസികളുടെ ജീവിതത്തെയും സമരം ബാധിക്കുന്നു. ഉപഭോക്തൃ നഗരമായ ഡൽഹിയിലേക്ക് ഇത്രയേറെ പേർ കടന്നു വരുന്നതോടെ പഴം, പച്ചക്കറി, ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയുടെ ലഭ്യതയും കുറഞ്ഞു. പ്രതിഷേധക്കാർ കൂട്ടം കൂട്ടമായി വന്നതോടെ അതിർത്തികളിലൂടെയുള്ള ഗതാഗതം ബാധിക്കപ്പെട്ടു. പ്രധാനമായും ചരക്കുകൾ എത്താതായി.
സമരം ഇനിയും തുടർന്നാൽ പ്രതിഷേധക്കാർക്കൊപ്പം നഗരവാസികളും ബാധിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. തലസ്ഥാനത്ത് 2 ആഴ്ചയായി തുടരുന്ന കർഷക പ്രക്ഷോഭത്തിനിടെ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ആഘോഷമാക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. കർഷകരെ അവഗണിക്കുകയാണെന്ന ആക്ഷേപം ഇതോടെ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തു. ഇന്ന് കാണുന്ന പാർലമെന്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. അന്ന് 83 ലക്ഷം രൂപ ചെലവിട്ട് 6 വർഷം കൊണ്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് യോഗങ്ങളും ചേരാൻ വേണ്ടിയായിരുന്നു ഇന്നത്തെ പാർലമെന്റ് സമുച്ചയം പണിതത്. സർ എഡ്വേർഡ് ന്യൂട്ടണും സർ ഹെർബർട്ട് ബേക്കറും ചേർന്ന് നിർമ്മിച്ച ഈ സമുച്ചയത്തിന്റെ ആദ്യ വികസനമുണ്ടായത് 1975 ഒക്ടോബർ 24-നായിരുന്നു. ഒരു അനക്സ് ഈ മന്ദിരത്തിനോട് ചേർക്കുകയായിരുന്നു അന്നുണ്ടായത്. 1984 നടന്ന ഇന്ദിരാഗാന്ധിയുടെ വധമാണ് പാർലമെന്റ് മന്ദിരത്തിന് ചുറ്റും ഇന്ന് കാണുന്ന സുരക്ഷാ വലയങ്ങൾ സ്ഥാപിക്കാൻ കാരണം. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് പാർലമെന്റിനോട് ചേർന്ന് മറ്റൊരു കെട്ടിടം കൂടി പണിയാൻ ആരംഭിച്ചത്. 1987 ഓഗസ്റ്റ് 15-ന് പാർലമെന്റ് ലൈബ്രറിയുടെ ശിലാസ്ഥാപനം രാജീവ് ഗാന്ധി നിർവഹിച്ചു. 2002 വാജ്പേയിയുടെ ഭരണകാലത്ത് മാത്രമാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയായത്. 2009 വീണ്ടും ഒരു അനക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അന്നത്തെ ഉപരാഷ്ട്രപതി മുഹമ്മദ് ഹമീദ് അൻസാരിയും ലോക്സഭാ സ്പീക്കർ സോംനാഥ് ചാറ്റർജിയും ചേർന്ന് അതിന്റെ ശിലാസ്ഥാപനം നടത്തി. ഈ വർഷം ജൂലൈ 31-നാണ് ആ അനക്സ് നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. നിരവധി ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായ ഈ മന്ദിരത്തിന്റെ 100ാം നിർമ്മാണ വാർഷികത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സുപ്രധാന പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള ഒരുക്കത്തിലാണ് രാജ്യം. സമൂലമായ മാറ്റങ്ങളോടുകൂടി പുതിയൊരു പാർലമെന്റ് കെട്ടിടം തന്നെയാണ് BJP സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യലബ്ധിയുടെ 75 വർഷം ആഘോഷിക്കുന്ന വേളയിൽ മന്ദിരം രാജ്യത്തിന് സമർപ്പിക്കാനാണ് പദ്ധതി. ത്രികോണാകൃതിയിൽ രൂപകൽപ്പന ചെയ്ത പുതിയ മന്ദിരത്തിന് 64,500 ചതുരശ്ര അടി വലിപ്പമാണുള്ളത്. 970 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഏറെ കൊട്ടിഘോഷിച്ചാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇത്രയേറെ പ്രാധാന്യമുള്ള ചടങ്ങ് നടക്കുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണുണ്ടായത്. ബഹിഷ്കരിക്കുക മാത്രമല്ല, പഞ്ചാബിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി. ആർക്കും തള്ളാനാകാത്ത ന്യായങ്ങളാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. 10,000-കണക്കിന് വരുന്ന കർഷകർ രാജ്യ തലസ്ഥാനത്ത് ന്യായത്തിനു വേണ്ടി സമരം നടത്തുമ്പോൾ അവരെ അവഗണിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് ജനാധിപത്യത്തിന് വില നൽകാതെ അതിന്റെ കാതലായ പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന് കല്ലു നാട്ടുമ്പോൾ അതിനെ വിപ്രതിപത്തി എന്നല്ലാതെ എന്തു വിളിക്കണം? किसान की और किसानी की जड़ें काटकर भाजपा आज 970 करोड़ के पार्लियामेंट बिल्डिंग का और 20,000 करोड़ के सेंट्रल विस्टा प्रोजेक्ट की नींव रखने वाला निर्णय भाजपा का पत्थर दिल, बेशरम और असंवेदनशील चरित्र दर्शाता है. ഡൽഹി അതിർത്തിയിൽ രാപ്പകലില്ലാതെ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. രാജ്യം മുമ്പെങ്ങുമില്ലാത്ത സാമ്പത്തിക മാന്ദ്യത്തിൽ നിൽക്കുമ്പോൾ ഇത്രയേറെ തുക മുടക്കി പദ്ധതി നടപ്പിലാക്കുന്നതിനും പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചു. പ്രതിപക്ഷം മാത്രമല്ല, സെൻട്രൽ വിസ്ത എന്ന് പേരിട്ടിരിക്കുന്ന പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിനെ എതിർത്തത്. പദ്ധതി മേഖലയിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചതിന് ശേഷം മാത്രമേ തുടർ നിർമ്മാണങ്ങൾ നടത്താൻ പാടുള്ളൂവെന്നും സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശത്തെ മറികടന്നാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം. ചുരുക്കത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തിയാണ് ശിലാസ്ഥാപനം നടന്നത് എന്നുതന്നെ പറയേണ്ടി വരും.
ബംഗാളാണ് ലക്ഷ്യമെന്ന് BJP നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിന്റെ തുടർച്ചയാണ് JP നദ്ദയുടെ സന്ദർശനം. നദ്ദയ്ക്ക് നേരെയുള്ള അക്രമവും തുടർന്നുള്ള സംഘർഷങ്ങളും അസംബ്ലി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗം മാത്രമാണ്. ഒന്നര വർഷം മുൻപ് BJP ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷായുടെ റോഡ് ഷോയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ ഇന്ന് JP നദ്ദയുടെ വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു ആക്രമണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ അമിത്ഷായുടെ സംഘത്തിന് നേരെ ഇഷ്ടിക കൊണ്ടും കല്ലുകൊണ്ടുമായിരുന്നു ആക്രമണം നടന്നത്. JP നദ്ദയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കൈലാഷ് വിജയവർഗീയയുടെ വാഹനത്തിന്റെ ചില്ലുകളാണ് ഇത്തവണ ആക്രമണത്തിൽ തകർന്നത്. ഇതാദ്യമായല്ല മമതാ ബാനർജിയും തൃണമൂലും അക്രമത്തിലൂന്നിയ നീക്കങ്ങൾ BJPക്കെതിരെ നടത്തുന്നത്. ബംഗാളിൽ ചൂടുറപ്പിക്കാൻ BJP ശ്രമങ്ങൾ തുടങ്ങിയപ്പോഴേ ശക്തമായ സ്വരത്തിൽ മമത എതിർക്കാൻ തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയ അക്രമങ്ങൾ ഇന്നും തുടരുകയാണ്. അത് അസൻസോൾ ആകട്ടെ സിലിഗുരി ആകട്ടെ. ഒരു ചെറിയ തീപ്പൊരി മതി ബംഗാൾ പഴയ അക്രമ രീതിയിലേക്ക് മടങ്ങാൻ. ഒരു കാലത്ത് CPM പുലർത്തിക്കൊണ്ടിരുന്ന അതേ അടവ് നയമാണ് തൃണമൂൽ ഇപ്പോൾ BJPക്കെതിരെ പയറ്റുന്നത്. അന്ന് ആ അടവ് പിഴച്ച CPM ഇന്നും മടങ്ങിവരാനാകാത്ത പടുകുഴിയിലാണ് വീണത്. തൃണമൂലിനും അതേ ഗതി വരുത്താനാണ് BJPയുടെയും ശ്രമം. কোনদিন হোম মিনিস্টার চলে আসছেন, কোনদিন ওই আর একটা মিনিস্টার চলে আসছেন, কোনদিন চাড্ডা নাড্ডা ফাড্ডা ভাড্ডা গাড্ডা সব চলে আসছেন একটা করে। আর তারা একা প্রোগ্রাম করবে আর কেউ করবে না। আর যেদিন তারা প্রোগ্রাম করবে লোক যদি না আসে তাহলে নিজে সাজিয়ে রাখবে, যাতে নটঙ্কি করে ন্যাশনাল নিউজে ভালো করে দেখায় যে দেখো আমায় মেরেছে। ആഹാരെ BJP തൃണമൂൽ തമ്മിലടി ഇനി രൂക്ഷമാകാനേ സാധ്യതയുള്ളൂ. കാരണം തൃണമൂലിന് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. CBIയെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ ഭേദഗതി ചെയ്തും പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്നും പറഞ്ഞ മമത ഒന്നും രണ്ടും തവണയല്ല BJPയെ ചൊടിപ്പിച്ചത്. രാഷ്ട്രപതി ഭരണം വരെ കാര്യങ്ങൾ എത്തുമെന്ന് തോന്നിപ്പിച്ച നിരവധി അവസരങ്ങളാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിലത്തേതാണ് JP നദ്ദയുടെ സംഘത്തിന് നേരെയുണ്ടായ ആക്രമം. ഇതിൽ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയായി നിൽക്കുമ്പോഴും തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന മമതയെയും ബംഗാളിനെയും മറികടക്കുക എന്നത് BJPക്ക് അഭിമാന പ്രശ്നം കൂടിയാണ്. आप देखिए हमारे कैलाश विजयवर्गीय, आप देखिए हमारे राव सिन्हा, आप इनकी गाड़ियों को देखिए। मैं तो आज इसलिए सुरक्षित हूं क्योंकि हमारे पास बुलेट प्रूफ गाड़ी, अन्यथा किसी कोई गाड़ी नहीं छूटी जिस पर अटैक नहीं हुआ है। ये गुंडा राज जो हमें देखने को मिला है, इसको तो नाबूद करना है और प्रजातंत्र को यहाँ पर खिलाना है। ഒരു കാലത്ത് ബംഗാൾ നിയന്ത്രിച്ചിരുന്ന CPM ആകട്ടെ നിലനിൽക്കാനുള്ള തത്രപ്പാടിലാണ്. CPM ഭരിക്കുന്ന കാലത്ത് പോലും വലിയൊരു ശക്തിയല്ലാതിരുന്ന കോൺഗ്രസിനെയാണ് നിലനിൽപ്പിനുള്ള പോരാട്ടത്തിൽ കൂട്ടുപിടിച്ചിരിക്കുന്നത്. നേതാക്കളും നേതൃത്വവുമില്ലാത്ത കോൺഗ്രസ് ഇടത് കക്ഷികൾക്ക് തലവേദനയാകുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്ന ചോദ്യം. നഷ്ടപ്പെടാൻ അവർ തയ്യാറാകും. പ്രതിദിനം 18 കിലോമീറ്റർ തോണി തുഴഞ്ഞ നവജാത ശിശുക്കൾക്കും ഗർഭിണികൾക്കും സഹായം എത്തിക്കുന്നൊരു ആശാവർക്കറുണ്ട് മഹാരാഷ്ട്രയിൽ.
അങ്കണവാടിയിൽ ജോലി ലഭിച്ചവർ ആശാവർക്കർമാരായാണ് നിയമിക്കപ്പെടുന്നത്. അങ്കണവാടിയുടെ നടത്തിപ്പ് മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പാക്കുക കൂടി ഇവർ ചെയ്യേണ്ടതായുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കുമായുള്ള പദ്ധതികൾ. ഏറെ പ്രയാസമുള്ള ഈ ഉത്തരവാദിത്തം പലരും നടപ്പാക്കാൻ മടിക്കാറുണ്ട്. എന്നാൽ ഈ ഉത്തരവാദിത്തം നടപ്പാക്കാൻ പ്രതിദിനം കിലോമീറ്ററുകൾ തോണി തുഴഞ്ഞു പോകുന്ന ഒരു ആശാവർക്കറുണ്ട് ഇന്ത്യയിൽ. മഹാരാഷ്ട്രയിലെ നാസിക് സ്വദേശിനി റെയിലു വാസവയാണിത്. ഇരുപത്തിയഞ്ച് നവജാത ശിശുക്കൾക്കും 7 ഗർഭിണികൾക്കും സഹായം എത്തിക്കാൻ വേണ്ടിയാണ് രേണു 18 കിലോമീറ്റർ തോണി തുഴയുന്നത്. ഇതിനായി മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് തോണി കടമെടുക്കുകയും ചെയ്തു. നർമ്മദ തീരത്തുള്ള ഗോത്ര വിഭാഗങ്ങളിലെ കുടുംബങ്ങളാണ് ഇവരിൽ ഏറെയും. ഗോത്ര മേഖലയിലേക്ക് റോഡുകളും പാലങ്ങളും ഒന്നുമില്ലാത്തതിനാൽ നർമ്മദ നദി കടന്നു വേണം इवരുടെ കോളനിയിലെത്താൻ. पूरक पोषण आहार आहे जो या ढुंगीमध्ये मी घेऊन जाते पाड्याला. मग पाड्यात घेऊन जाते आणि लाभार्थ्यांना वाटप करते. आणि माझ्यासोबत माझे पती आहे आणि अंगणवाडी मदतनीस पण आहे. हे मदत करून मग मी स्वतः ढुंगी चालवून घेऊन जाते. കുട്ടികളുടെ തൂക്കം നോക്കാനുള്ള വെയിങ് മെഷീൻ, പോഷക സമൃദ്ധമായ ആഹാര പദാർത്ഥങ്ങൾ, ഗർഭിണികൾക്കുള്ള ടോണിക് എന്നിവ വള്ളത്തിൽ കയറ്റി കൊണ്ടുവരും. എന്നിട്ട് നദിയുടെ തീരത്തുള്ള കുന്നിൻ ചെരുവിലെ വഴിയിലൂടെ സഞ്ചരിച്ച് ഓരോ വീടുകളിലും അവർക്കുള്ള വസ്തുക്കൾ എത്തിച്ചു നൽകുകയാണ് പതിവ്. രാവിലെ നന്ദുർബാറിലെ ചിമൽഖണ്ഡിയിലെ അങ്കണവാടിയിൽ ജോലിക്ക് പോയ ശേഷമാണ് നദിക്കപ്പുറമുള്ള കുന്നിൻ ചെരുവിലേക്കുള്ള യാത്ര. പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങുന്ന രേണു വളരെ വൈകിയാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. പക്ഷേ അതിലൊന്നും ഒരു പരാതിയുമില്ല രേണുവിന്. മറിച്ച് ഇത്രയേറെ പേർക്ക് സഹായം ലഭ്യമാക്കുന്നതിൽ സന്തോഷം മാത്രമാണുള്ളത്. एकूण 2 तास प्रवास करून आणते मी आणि पाड्याला 1 तास लागतं पाड्याला जायला प्रवास करून. लाभार्थी कोरोना-19मुळे येत नाही, केंद्रावर येत नाही. मग पाड्याला जाऊन मी लाभार्थ्यांना वाटप करते. स्तनदा माता, गरोदर माता, 0 ते 6 वर्ष बालकं यांना सर्वांना देते. സംഗീത എന്ന അങ്കണവാടി ജീവനക്കാരിയും ചില ദിവസങ്ങളിൽ രേണുവിനൊപ്പം പോകാറുണ്ട്. ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഗോത്രവിഭാഗക്കാരെ കോവിഡ് കാലത്ത് ഇത്രയേറെ സഹായിച്ച രേണുവിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ ഇവർക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ചിറാപുഞ്ചി എന്ന് ഇന്നും ഉത്തരം പറയുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ചിറാപുഞ്ചിയെ കടത്തിവെട്ടി മൗസിൻഡ്രം ആ സ്ഥാനം കൈക്കലാക്കിയിട്ട് വർഷങ്ങളേറെയായി. മൗസിൻഡ്രത്തിലെ വിശേഷങ്ങളാണ് ഇത്തവണ കാണേണ്ട ഇന്ത്യയിൽ. ചെറിയ ക്ലാസ് മുതൽ പറഞ്ഞു കേട്ടതും പഠിച്ചതുമെല്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഇന്ത്യയിലാണെന്നും മേഘാലയയിലെ ചിറാപുഞ്ചിയാണ് ആ സ്ഥലവും എന്നായിരുന്നു. എന്നാൽ ചിറാപുഞ്ചിയുടെ ആ റെക്കോർഡ് സമീപ പ്രദേശമായ മൗസിൻഡ്രം തട്ടിയെടുത്തിട്ട് നാളുകളേറെയായി. ചിറാപുഞ്ചി പോലെ മിക്കവരുടെയും നാവിൽ മൗസിൻഡ്രം എന്ന പേര് അത്ര പരിചിതമല്ല. മഴയുടെ അളവിൽ മൗസിൻഡ്രം ലോക റെക്കോർഡ് ഇട്ടിട്ട് നാളുകളേറെയായി. ചിറാപുഞ്ചിക്ക് സമീപമുള്ള ഉയർന്ന മലപ്രദേശമാണ് മൗസിൻഡ്രവും. ചിറാപുഞ്ചിയിലെ പോലെ കാണാൻ നിരവധി സ്ഥലങ്ങളില്ലെങ്കിലും മേഘാലയയുടെ ടൂറിസം ഭൂപടത്തിൽ അത്ര ചെറുതല്ലാത്ത ഒരിടം മൗസിൻഡ്രത്തിനുണ്ട്. കിഴക്കൻ ഖാസി മലനിരകളുടെ ഭാഗമാണ് മൗസിൻഡ്രം. ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം 61 കിലോമീറ്റർ അകലെയും ചിറാപുഞ്ചിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുമാണ് മൗസിൻഡ്രം. മൗസിൻഡ്രത്തിൽ പ്രതിവർഷം ശരാശരി 11,000 മില്ലിമീറ്ററോളം മഴ ലഭിക്കുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്.
വർഷത്തിലെ 8 മാസത്തോളം ഇവിടെ മഴ ലഭിക്കാറുണ്ട്. ഇതിൽ ജൂലൈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. 1985-ലെ മഴയുടെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് മൗസിൻഡ്രത്തിന് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമെന്ന റെക്കോർഡ് നൽകിയത്. വർഷത്തിന്റെ നല്ലൊരു ഭാഗവും മഴയായതിനാൽ കുട ഒരു അവശ്യ വസ്തുവാണിവിടെ. എന്നാൽ ശക്തമായ കാറ്റ് കുട ഉപയോഗിക്കാൻ തടസ്സമാകാറുണ്ട്. ഇതിന് മേഘാലയക്കാർ പണ്ടേ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. മുളയും ഈറ്റയും ഉപയോഗിച്ച് നെയ്തെടുക്കുന്ന മുറം പോലുള്ള വസ്തുവാണിത്. തലയിലൂടെ പുറത്തേക്കിടുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. മഴയത്ത് ഇത് തലയിൽ വെച്ച് നടന്നാൽ ശരീരത്തിന്റെ നല്ലൊരു ഭാഗവും മഴ നനയാതെ സംരക്ഷിക്കാനാകും. നൂംസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ ഫ്ലാങ് വാൻ റോയ് ഗ്രാമം ട്രക്കിങ്ങിന് ഏറ്റവും അനുകൂലമായ സ്ഥലമാണ്. മൗലിംഗ് ബിനായിലെ തടാകവും വെയിങ്ങും ക്യാമ്പിങ്ങിനുള്ള സൗകര്യം നൽകുന്നുണ്ട്. മൗസിൻഡ്രത്തിന് സമീപത്തെ മൗജിംഗ് ബുയിൻ ഗുഹയും ഏറെ പ്രശസ്തമാണ്. ഷില്ലോങ് തന്നെയാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. റോഡ് മാർഗമാണ് മൗസിൻഡ്രത്തിലെത്താൻ എളുപ്പം. മഴയില്ലാത്ത കാലാവസ്ഥ തന്നെ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. കനത്ത മഴയെ തുടർന്നുണ്ടായേക്കാവുന്ന മണ്ണിടിച്ചിൽ പോലുള്ള പ്രതിഭാസം യാത്ര ദുഷ്കരമാക്കുമെന്നതിനാലാണിത്. ജനുവരി മുതൽ മെയ് മാസം അവസാനം വരെയാണ് മൗസിൻഡ്രം സന്ദർശിക്കാൻ ഏറ്റവും ഉചിതമായ സമയം. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.